Hello friends, welcome to my channel. ഇതിനു മുന്നേയുള്ള വീഡിയോസ് എല്ലാം സ്റ്റിച്ചിങ് വീഡിയോസ് ആയിരുന്നു. ഇന്നിപ്പോൾ ഈ ഹെഡ് ബാൻഡ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. സാറ്റിൻ റിബൺ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ വേണം ചൂസ് ചെയ്യാനായിട്ട്. എന്നാലേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇതുപോലെ കേടായ പഴയ ബോകൾ നിങ്ങളുടെ എല്ലാം കയ്യിലുണ്ടാവും. കണ്ടില്ലേ, ഇതിപ്പോൾ ഫ്ലവറൊക്കെ ഇളകി പോയിട്ടുണ്ട്. ഇതുപോലെ ഒരു ബോയുടെ ഫ്രെയിമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. 5 രൂപയുടെ ഒരു റോൾ സാറ്റിൻ റിബൺ വാങ്ങിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു ബോ ചെയ്തെടുക്കാം. ഫസ്റ്റ് ഈ റിബൺ ഈ ഫ്രെയിമിലേക്കൊന്ന് ചുറ്റിയെടുക്കണം. ഞാനിവിടെ ഇപ്പോൾ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഫെവിക്കോൾ യൂസ് ചെയ്തും നിങ്ങൾക്ക് ഇതിവിടെ ഒട്ടിച്ചെടുക്കാം. സാറ്റിൻ റിബന്റെ നല്ല സൈഡ് പുറത്തു വരുന്ന രീതിയിൽ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചുറ്റിയെടുക്കാം. റിബൺ നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് വേണം ചുറ്റിയെടുക്കാനായിട്ട്. ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വേണം ചുറ്റിയെടുക്കാൻ. സാറ്റിൻ റിബൺ എല്ലാ കളേഴ്സിലും അവൈലബിൾ ആണ്. അപ്പോൾ കുട്ടികൾക്ക് ഡ്രസ്സിന് മാച്ച് ആവുന്ന രീതിയിൽ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് ടൈം എടുത്ത് തന്നെ ഇതിങ്ങനെ ചുറ്റിയെടുക്കണം. നല്ല ടൈറ്റ് ആയിട്ടിരുന്നാലേ ഭംഗിയുണ്ടാവും. ഇപ്പോൾ ഇത് ഫുള്ളായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ എൻഡിൽ ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. എൻ്റെ നിന്ന് നൂല് ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂടാക്കി കൊടുക്കുന്നത്. ഇനി ഇവിടെ ചുറ്റിലും ഒന്ന് റിബൺ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ചെറിയ പീസ് റിബൺ കട്ട് ചെയ്തെടുക്കണം. എൻ്റെ നിന്ന് നൂലിളവി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂടാക്കി കൊടുക്കുന്നത്. ഇനി ഇത് ഗ്ലൂ യൂസ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം.
ഇനി ഇതിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ട ഫ്ലവർ ചെയ്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഇതുപോലെ നീഡിലേക്ക് ത്രെഡ് കൊരുത്തെടുത്തിരിക്കുകയാണ്. എൻഡിലായിട്ടൊരു കെട്ടിട്ട് കൊടുക്കാം. ഇവിടെ 7 സെന്റിമീറ്റേഴ്സിലുള്ള 60 പീസസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എൻഡിലായിട്ട് ഫ്ലെയിം കൊടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. ത്രെഡ് ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ റിബണിന്റെ നല്ല സൈഡ് പുറത്തു വരുന്ന രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ കൊരുത്തെടുക്കാം. എല്ലാ പീസസും ഇതുപോലെ കൊരുത്തെടുക്കാം. ഇപ്പോഴേ എല്ലാ പീസസും ഇതുപോലെ കൊരുത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ 2 എൻഡും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് കെട്ടിയെടുക്കാം. വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനിയും ഇതുപോലെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ വേണം ചൂസ് ചെയ്യാൻ. എന്നാലേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.
ഇപ്പോൾ ഞാനിങ്ങനെ ഒരു ഫ്ലവർ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഫ്ലവറിന്റെ ബാക്ക് സൈഡ് ആണ്. ഇവിടേക്ക് ഒരു പീസ് അറ്റാച്ച് ചെയ്യാനുണ്ട്. അപ്പൊ ഞാനിവിടെ ക്യാൻവാസ് ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. റൗണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. 2 പീസസ് അങ്ങനെ വേണം. ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇവിടെ 3.5 സെന്റിമീറ്റർ വരുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഗ്ലൂ തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇനി അടുത്ത പീസ് ക്യാൻവാസ് ഷീറ്റ് ഈ ഹെഡ് ബാൻഡിലാണ് ഫിക്സ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഗ്ലൂ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലവർ ഒട്ടിച്ചെടുക്കാം.
ഇപ്പോൾ ദേ സാറ്റിൻ റിബൺ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഹെഡ് ബാൻഡ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഏത് കളറിലുള്ള സാറ്റിൻ റിബൺ വെച്ചിട്ട് വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. Thank you.